ആരോഗ്യവകുപ്പിലെ പാളിച്ചയിൽ പരസ്പരം പഴിചാരി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. ആരോഗ്യവകുപ്പിൽ നിപയേക്കാൾ ഭയപ്പെടേണ്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടെന്ന് അടിയന്തര പ്രമേയ അവതരണ വേളയിൽ മുഹമ്മദ് റിയാസ് ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം 10 വർഷത്തെ റീൽസ് എടുപ്പും 5 വർഷത്തെ വീണമീട്ടലുമാണെന്ന് മന്ത്രി കെ മുരളീധരനും തിരിച്ചടിച്ചു. സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ആരോഗ്യവകുപ്പിൽ നിപ്പയേക്കാൾ ഭയപ്പെടേണ്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടെന്നും PA മുഹമ്മദ് റിയാസ് ആരോപിച്ചു. ഒരു സർക്കാരിനെ വിലയിരുത്താൻ ഒരു 35 ദിവസം മതിയാകില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഒരു സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ 35 ദിവസം ധാരാളമാണ്. ഇവിടെ ഇത്തരം പകർച്ചവ്യാധികൾ വരുന്നത് ഏതെങ്കിലും ഒരു മുന്നണി നയിക്കുന്ന സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല ഞങ്ങൾ. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാടല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. സർക്കാർ അധികാരമേറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ നിപ്പ വ്യാപനം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം 10 വർഷത്തെ റീൽസ് എടുപ്പും 5 വർഷത്തെ വീണമീട്ടലുമാണെന്നും മുരളീധരൻ തിരിച്ചടിച്ചു. ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്ത് നിപ്പ കണ്ടെത്തിയാൽ ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തി ഏകോപനം നടത്തുമായിരുന്നു. നിലവിലെ ആരോഗ്യമന്ത്രി അത്യന്തം ലാഘവത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഇത് പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. വളരെ ഗൗരവമായ ഒരു വിഷയത്തിൽ എങ്ങനെ അത്യന്തം ലാഘവത്തോടെ പ്രതികരിക്കാമെന്നതിൻ്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ മറുപടി. അദ്ദേഹം തുടങ്ങിയത് തന്നെ ഒരു ഭീകരാന്തരീക്ഷവും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ക്രിയാത്മക ഇടപെടൽ നടത്തുന്നതിന് പകരം പരസ്പരം പോരടിക്കുന്നതിലേക്ക് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നീങ്ങി. ജനം, തിരുവനന്തപുരം.